റൂസോ ബ്രദേഴ്സ് സംവിധാനം ചെയ്ത് ഈ വർഷം പുറത്തിറങ്ങിയ ദ ഗ്രേമാൻ എന്ന ചിത്രത്തിന്റെ കഥയായിരുന്നു നമ്മൾ ഇന്നലെ കണ്ടുകൊണ്ടിരുന്നത്. ഇന്നലെ നമ്മൾ എവിടെ വെച്ച് നിർത്തിയോ അവിടെ മുതൽ ഇന്നത്തെ കഥ നമ്മൾ ആരംഭിക്കുന്നു. സൈറ 6 പ്രാഗിലേക്ക് അയച്ച ആ പോസ്റ്റേജ് അത് ഏത് അഡ്രസ്സിലേക്കാണെന്ന് ലോയിഡും സംഘവും മനസ്സിലാക്കിയിരിക്കുന്നു. ഇതേ സമയം ഏജന്റ് മിറാൻഡ അവൾ സൈറ 6 മൊത്ത് പ്രാഗിലെ ആ പാക്കേജ് അയച്ച അഡ്രസ് അവിടേക്ക് അവർ എത്തിയിരുന്നു. ഏജൻസി ചീഫ് മാർഗരറ്റ് അവർ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. 6 അയച്ച ആ പാക്കേജിലുണ്ടായിരുന്ന പെൻഡ്രൈവ് അത് ഇതിനോടകം തന്നെ അവർ ചെക്ക് ചെയ്തിരുന്നു. ഡെന്നി കാർമൈക്കലിനെതിരായ തെളിവുകളായിരുന്നു ആ ഫയൽ മുഴുവൻ. അവിടെ നടക്കുന്ന കൊലപാതകം, ടോർച്ചർ, സ്ഫോടനങ്ങൾ, അങ്ങനെ നിയമവിരുദ്ധമായ എല്ലാം. അവന് ഈ ഏജൻസിയെ തൻ്റെ സ്വകാര്യ താല്പര്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയിട്ട് നാള് കുറേയായി. അവൻ ഒറ്റയ്ക്കെന്തായാലും ഇതെല്ലാം ചെയ്യാൻ സാധിക്കില്ല. അവനേക്കാൾ ഉയർന്ന സ്ഥാനത്തുള്ള ആരോ ഒരാൾ ഇവനെ സഹായിക്കുന്നുണ്ട്, അത് ഉറപ്പുള്ള കാര്യമാണ്. അന്ന് മരണപ്പെട്ട സൈറ 4 അവൻ സമർത്ഥനായിരുന്നു. കാർമൈക്കലിന്റെ കള്ളക്കളികൾ അവൻ കണ്ടെത്തി. അവൻ്റെ കയ്യിൽ കുറെ തെളിവുകളും കിട്ടി. അവനാകട്ടെ അത് ഉയർന്ന വിലയ്ക്ക് വിൽക്കാൻ ശ്രമിച്ചു. എന്നാൽ കാർമൈക്കലാകട്ടെ ഇതറിയുക തന്നെ ചെയ്തു. അങ്ങനെ സൈറ 6 വെച്ച് അവനയാളെ വകവരുത്തി. ഇതായിരുന്നു അന്ന് സംഭവിച്ചത്. ഇപ്പം നഗരത്തിന്റെ മറ്റൊരു ഭാഗത്തുകൂടെ ലോയിഡിന്റെ ടീം ഇവരായിരിക്കുന്ന ഈ ഒരിടത്തിലേക്ക് പാഞ്ഞെത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പെൺഡ്രൈവ് എടുത്ത് അവർ തിരികെ മടങ്ങാൻ പോകുന്നതിന് മുമ്പ് മാർഗരറ്റ് തന്റെ വാഹനത്തിന്റെ ചാവി അവർക്ക് കൈമാറി. സിറ്റി സെന്ററിലെ ഒരു ഗ്യാരേജിലാണ് കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അവർ 6 അറിയിച്ചു. തിരികെ അവർ മടങ്ങാൻ പോയ നിമിഷം പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ലോയിഡിന്റെ ടീം അവർ ഇവിടേക്ക് എത്തിയിരുന്നു. ഇവരെ കണ്ടതും ഇവർക്ക് നേരെ അവർ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. രക്ഷപ്പെട്ട് ഓടിയാകുന്നവർ ഒരിടത്ത് മറഞ്ഞിരുന്നു. അകത്തെ മുറിയിലൊരിടത്ത് താഴേക്ക് ഒരു സീക്രട്ട് പാസേജ് ഉണ്ടായിരുന്നു. സൈറ 6 താഴേക്ക് ഇറങ്ങിച്ചെന്നതും മാർഗരറ്റ് അവരാ ഡോർ പുറത്തുനിന്ന് ലോക്ക് ചെയ്തു. നീ അവിടെ സേഫ് ആയിരിക്കും 6 എന്നറിയിച്ചുകൊണ്ട് മാർഗരറ്റ് ആ മുറിക്ക് പുറത്തിറങ്ങി. ഇതേ സമയം കൊണ്ട് തന്നെ ആ ഒരു ടീം ആ ഡോർ ബ്രേക്ക് ചെയ്ത് അകത്ത് കയറിയിരുന്നു. എന്തോ ശബ്ദം കേട്ട് അവർ അകത്തേക്ക് എത്തിയപ്പോൾ അതാ മാർഗരറ്റ് അവരവിടെ അകത്തിരിക്കുന്നുണ്ടായിരുന്നു. അടുത്ത നിമിഷം അവൾ തന്റെ കൈവശം കരുതിയ ഒരു ലൈറ്റർ അത് ഓണാക്കി. തൊട്ട് സമീപത്ത് ഓണാക്കി വെച്ചിരുന്ന ഗ്യാസ് സ്റ്റൗ അതങ്ങ് പൊട്ടിത്തെറിച്ചു. ആ മുറിയിലുണ്ടായിരുന്ന മാർഗരറ്റ് അടക്കം എല്ലാവരും കത്തിച്ചാമ്പലായി. ഇപ്പോൾ ആ സീക്രട്ട് പാസേജിലൂടെ മുന്നോട്ട് നീങ്ങിയ 6 നേരെ വന്നെത്തിയത് പുറത്തെ ആ റോഡിലേക്കായിരുന്നു. ഈ സ്ഫോടനം നടന്നതോടെ ഒരു ടീം പോലീസ് ഓഫീസേഴ്സ് ഈ ഒരു ബിൽഡിങ്ങിന് മുമ്പിലേക്ക് എത്തിയിരുന്നു. അവർ 6 ഗൺ പോയിന്റ് നിർത്തുമെങ്കിലും കിട്ടിയൊരവസരത്തിൽ അവൻ അവരുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടു ഓടി. അവനെ ഫോളോ ചെയ്ത് ആ തെരുവിലൂടെ പോലീസ് വാഹനം ചീറിപ്പാഞ്ഞു. ഓടുന്നതിനിടയ്ക്ക് പെട്ടെന്ന് എതിരെ വന്നൊരു വാഹനം അതിൽ വന്നിടിച്ച് 6 നേരെ തെറിച്ച് താഴേക്ക് വീണു. പുറകെ പാഞ്ഞെത്തിയ പോലീസ് അവനെ വിലങ്ങണിയിച്ച് അവിടെ ഒരിടത്ത് കൊണ്ടുപോയി ബന്ധിച്ചു. ശേഷം അവനെ കൊണ്ടുപോകാനായിട്ട് ഒരു സ്വാറ്റ് ടീമിനെ അവർ കോണ്ടാക്ട് ചെയ്തു. ഇപ്പൊ ഈ ഒരു സമയത്ത് ലോയിഡ് നിർദ്ദേശപ്രകാരം സൈറ 6 വകവരുത്താൻ വേണ്ടിയിട്ട് ഒരു ടീം മെഴ്സണറീസ് ഈ ഒരു പ്രദേശത്തേക്ക് കടന്നു വരികയാണ്. ഇത് നമ്മുടെ 6 ശ്രദ്ധയിൽപ്പെട്ടു. അവനാ പോലീസ് ടീമിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുമെങ്കിലും അവരാകട്ടെ ഇവൻ പറയുന്നത് കേൾക്കാൻ പോലും തയ്യാറായില്ല. ഇപ്പൊ എതിരെ വന്ന് പാർക്ക് ചെയ്ത ആ വാഹനത്തിൽ നിന്നും ആ ടീം പുറത്തിറങ്ങി. ഇവൻ നിൽക്കുന്നിടത്തേക്ക് അവർ ഷൂട്ട് ചെയ്തു. ഒരു വിധത്തിൽ അവൻ ഒരിടത്ത് പോയി മറഞ്ഞു നിന്നു. പോലീസ് ടീമാണെങ്കിൽ അവർക്ക് നേരെ വെടിയുതിർക്കാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവയ്പ്. പോലീസ് ടീം നിർദ്ദേശപ്രകാരം സ്വാറ്റ് ടീം ഈ ഒരു ഏരിയയിലേക്ക് എത്താറായി. അതോടുകൂടി ലോയിഡിന്റെ നിർദ്ദേശപ്രകാരം മറ്റൊരു ബ്രാവോ ടീം പുറത്തിറങ്ങി. പോലീസ് ടീമിലെ അംഗങ്ങളെ ഓരോരുത്തരായിട്ട് അവർ വകവരുത്താൻ തുടങ്ങി. ഇപ്പൊ 6 ആണെങ്കിൽ അവിടെ തൊട്ട് താഴെ വീണു നടക്കുന്ന ഒരു ഗൺ അത് കൈക്കലാക്കാനുള്ള പെടാപ്പാടിലാണ്. ഒടുവിൽ ഒരു വിധത്തിൽ അവനത് കൈക്കലാക്കി. തന്നെ ബന്ധിച്ചിരിക്കുന്ന വിലങ്ങിലേക്ക് അവൻ ഷൂട്ട് ചെയ്തു. എന്നാൽ നിർഭാഗ്യവശാൽ അതിലെ ബുള്ളറ്റ് എല്ലാം തീർന്നിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവസ്ഥ മൊത്തത്തിൽ കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോയിഡിനോട് അവരെല്ലാം പിൻവലിക്കാനായിട്ട് ഏജന്റ് സൂസൈൻ പറയുന്നുണ്ട്. എന്നാൽ അവനാകട്ടെ ആകെ ഭ്രാന്ത് കയറിയ നിലയിലും 6 വകവരുത്തിയ തീരൂ എന്ന വാശിയിലാണ് അവനിപ്പോ. തന്റെ തൊട്ടടുത്ത് തന്നെ വെടിയേറ്റ് മരണപ്പെട്ട് കിടക്കുന്ന ഒരു പോലീസുകാരനെ അവൻ കണ്ടു. ഉടനെ തന്നെ അയാൾ അവന്റെ അരികിലേക്ക് വലിച്ചു നീക്കി കിടത്തിയ ശേഷം അയാളുടെ പക്കലുണ്ടായിരുന്ന ലോഡറായിട്ടുള്ള മാഗസീൻ അതെടുത്ത് അവൻ തന്റെ കൈവശമുള്ള ആ ഗണ്ണിൽ ലോഡ് ചെയ്തു. അടുത്ത നിമിഷം അവന് നേരെ പാഞ്ഞു വന്നിരുന്ന ഒരു വാഹനത്തിന് നേരെ അവനങ്ങ് ഷൂട്ട് ചെയ്തു. അതൊരിടത്ത് ഇടിച്ചു കയറി. തന്നെ ബന്ധിച്ചിരിക്കുന്ന ആ വിലങ്ങിലേക്ക് ഷൂട്ട് ചെയ്ത് അത് പൊട്ടിച്ച് അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. 6 പിന്തുടർന്ന് ആ മേഴ്സണറീസും ഓടിയടുത്ത ഓരോരുത്തരെയും അവൻ ഷൂട്ട് ചെയ്ത് വീഴ്ത്തി. എന്നാൽ അവന്റെ പുറകെ ജീപ്പിനകത്ത് മറ്റൊരു ടീം അവനെ പിന്തുടർന്ന് വരുന്നുണ്ടായിരുന്നു. അവന് നേരെ അവർ വെടിയുതിർത്തു. എന്നാൽ ഇതേ അവസരത്തിൽ അവരെ ഫോളോ ചെയ്ത് നമ്മുടെ ഏജന്റ് മിറാൻഡ അവിടേക്ക് അവൾ എത്തിയിരുന്നു. അവൾ ആ ജീപ്പിനെ പിന്തുടർന്ന് വന്ന് അതിലേക്ക് തന്റെ വാഹനം ഇടിച്ചങ്ങ് കയറ്റി. അവിടെ നിന്നും ഇവിടുന്നുമൊക്കെ അവന് നേരെ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. ഇനി നിൽക്കുന്നത് ഒട്ടും പന്തിയല്ല. അവൻ ഉടനെ തന്നെ മിറാൻഡയോട് നിർദ്ദേശിച്ച് ആ വാഹനം ഡോറിനടുത്തേക്ക് അടുപ്പിച്ചു. പുറകെ ഫോളോ ചെയ്തു വന്ന ബ്രാവോ ടീമിനെയും എതിരിട്ടുകൊണ്ട് അവൻ ഒരു വിധത്തിൽ ആ കാറിന് മുകളിലേക്ക് എടുത്തൊരു ചാട്ടം. തലനാരിഴയ്ക്ക് വലിയൊരു അപകടത്തിൽ നിന്നും അവൻ രക്ഷപ്പെട്ട് ആ കാറിൽ വന്ന് പതിച്ചു. ശേഷം മിറാൻഡ അവനെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ ലോയിഡ് അവൻ അവിടെ നിർത്താൻ തയ്യാറായിരുന്നില്ല. അടുത്ത കരു അവൻ നീക്കി.
തൻ്റെ സുഹൃത്ത് വലയത്തിലുള്ള മറ്റൊരാൾ, ലോൺ വൂൾഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആവിക് സാൻ. ലോയിഡ് ഉടനെ തന്നെ അവനെ കോണ്ടാക്ട് ചെയ്തു. എന്നിട്ട് കാര്യം അറിയിച്ചു. ഇപ്പോൾ ഈ നഗരത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് സിക്സും മിറാൻഡയും സേഫായിട്ട് ഒരിടത്ത് അവർ വാഹനം പാർക്ക് ചെയ്തിരുന്നു. ഇനി സമയമില്ല. എത്രയും വേഗം ഫിറ്റ്സ്റോയെയും അയാളുടെ മകളെയും കണ്ടെത്തണം. അവരെവിടെയാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കുക എന്ന മിറാൻഡയുടെ ചോദ്യത്തിന് സിക്സ് തൻ്റെ കൈവശം രേഖപ്പെടുത്തിയിരുന്ന ക്ലെയറിന് വെച്ചിരുന്ന ആ പേസ് മേക്കറിൻ്റെ സീരിയൽ നമ്പർ അതവൻ അവൾക്ക് കാണിച്ചു കൊടുത്തു. അത് ട്രാക്ക് ചെയ്ത് വേണം ഇനി അവർക്കരിയിലേക്ക് എത്താൻ. അങ്ങനെ ഇരുവരും അടുത്തു തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. അവിടുത്തെ സ്റ്റാഫിൻ്റെ കണ്ണു വെട്ടിച്ച് അവർ അവരുടെ ID കാർഡ് കൈവശപ്പെടുത്തി. എന്നിട്ട് അത് വെരിഫൈ ചെയ്ത് സമീപത്തുണ്ടായിരുന്ന ഒരു ഡോർ തുറന്ന് അകത്ത് കയറി. എന്നാൽ ഇതിനിടയിൽ ആ ഹോസ്പിറ്റലിന് പുറത്ത് ഇവരെ ഫോളോ ചെയ്ത് അയാൾ എത്തിയിരുന്നു. ലോയിഡ് ഏർപ്പാടാക്കിയ അയാൾ, ആവിക് സാൻ. അകത്തെ മുറിയിലേക്ക് കയറിയ അവർ ആ സീരിയൽ നമ്പർ വെച്ച് ആ പേസ് മേക്കർ അത് ട്രാക്ക് ചെയ്തു. ക്രൊയേഷ്യയിലാണ് ക്ലെയർ ഉള്ളതെന്ന് അവർ കണ്ടെത്തി. അങ്ങനെ ആ അഡ്രസ്സ് നോട്ട് ചെയ്ത് അവർ പുറത്തു കടക്കാൻ പോയ നിമിഷം പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. അവിടെ മറഞ്ഞു നിന്നിരുന്ന ആവിക് അവൻ സിക്സിന് നേരെ കടന്നാക്രമിച്ചു. ഇത് കണ്ട് ഓടിയെത്തിയ മിറാൻഡയെ അവൻ അടിച്ച് നിലംപരിശാക്കി. ആ പെൺഡ്രൈവ് അതായിരുന്നു അവന് വേണ്ടിയിരുന്നത്. ഇരുവശത്തു നിന്നും സിക്സും അമാൻഡയും അവനെ കീഴ്പ്പെടുത്താൻ നോക്കി. അവൻ വെൽ ട്രെയിൻഡ് ആയിരുന്നു. അവനെ എതിർത്ത് നിൽക്കാൻ അവർക്ക് നന്നായി പാടുപെടേണ്ടി വന്നു. വീണ് കിടന്നിരുന്ന സിക്സിന്റെ ദേഹത്തേക്ക് അവനൊരു സർജിക്കൽ നൈഫ് എടുത്ത് ആഞ്ഞൊരു കുത്ത്. താഴെ വീണ് കിടന്നിരുന്ന ആ ലോക്കറ്റ്, അതിനകത്തെ ആ ഡ്രൈവ് അതയാൾക്ക് കിട്ടിക്കൂടാ. മിറാൻഡ അവനെ എതിർത്ത് നിൽക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെ വീണ് കിടന്നിരുന്ന സിക്സ് ആകട്ടെ തൊട്ടടുത്ത് കണ്ട ഒരു ഡെഫിബ്രിലേറ്റർ അതെടുത്ത് ചാർജ് ചെയ്ത് അവൻ്റെ ദേഹത്തങ്ങ് പ്രസ് ചെയ്തു. എങ്കിലും അവൻ പിന്മാറിയില്ല. ഇരുവരെയും അടിച്ചൊരു പരുവമാക്കി. എന്നിട്ട് അവിടെ താഴെ വീണ് കിടന്നിരുന്ന ആ ലോക്കറ്റ് ആവിക് അത് കൈവശപ്പെടുത്തി. എന്നിട്ട് സമീപത്തെ ജനലിന്റെ ചില്ല് തകർത്ത് അവൻ പുറത്തു കടന്നു. ആ ബിൽഡിങ്ങിന് മുകളിൽ നിന്നും ഓരോ നിലയും കടന്ന് താഴെ പാർക്ക് ചെയ്തിരുന്നൊരു വാഹനത്തിന് മുകളിലേക്ക് അവൻ ചാടി ഇറങ്ങി. എന്നാൽ ആ കോമ്പൗണ്ട് നിറയെ പോലീസ് ടീം സറൗണ്ട് ചെയ്തിരിക്കുകയായിരുന്നു. ഇവൻ രക്ഷപ്പെടാൻ പോകുന്നു കണ്ട അവരാകട്ടെ ഇവനെ ചുറ്റിലും വളഞ്ഞു. ഇതെല്ലാം കണ്ടുകൊണ്ട് സേറ സിക്സ് അവൻ ആ ബിൽഡിങ്ങിന് മുകളിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ അവനും ഇറങ്ങി താഴേക്ക്. ഇതിനിടയിൽ ശ്രദ്ധ തെറ്റിയ ആ പോലീസ് ടീമിനെ ഏവിക് കടന്നാക്രമിച്ചു. അവരുടെ കൈവശമുണ്ടായിരുന്ന ഗൺ അവൻ കൈപ്പിടിയിലാക്കി. അവരെയെല്ലാം അടിച്ചു വീഴ്ത്തി അവിടെ തൊട്ടടുത്തിനുണ്ടായിരുന്ന ഒരു ബൈക്ക് അതെടുത്ത് അവൻ പുറത്തു കടന്നു. ഇതേ എക്സാക്ട് മൊമെന്റിൽ തന്നെ സിക്സിന്റെ കൈവശം വരുന്ന ഗൺ വാങ്ങിയ മിറാൻഡ ആ ബിൽഡിങ്ങിന് ഒരു വശത്തൂടെ ഏവിക്കിനെ പിന്തുടർന്ന് പുറകെ പാഞ്ഞു. പോലീസ് വാഹനത്തിലിടുന്ന ഒരു ഗണ്ണെടുത്ത് സിക്സും പാഞ്ഞു അവന്റെ പുറകെ. മിറാൻഡ അവൻ അടുത്ത് തറായി. തൊട്ടു മുന്നിൽ കണ്ട ഒരു വാഹനത്തിന് മുകളിലേക്ക് ചാടിയിറങ്ങിയവൾ അവന് നേരെ ആ ഗണ്ണെടുത്ത് എയിം ചെയ്ത് ഷൂട്ട് ചെയ്തു. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ ഗണ്ണാണെങ്കിൽ എംറ്റി ആയിരുന്നു. അവസരം മുതലാക്കി ഏവിക് അവിടെ നിന്ന് രക്ഷപ്പെടുക തന്നെ ചെയ്തു. അവൾക്കാണെങ്കിൽ ആകെ കലി കയറി. അവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു പോലീസ് വാഹനത്തിൽ മിറാൻഡ സിക്സിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പുറത്തിറങ്ങുകയാണ്. പ്രാഗിൽ നടന്ന ആ സംഭവങ്ങളെ പറ്റിയെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റാറ്റസ് റിപ്പോർട്ട് അത് അപ്പോൾ തന്നെ ഏജന്റ് സൂസൻ ചീഫ് ഡെന്നി കാർമൈക്കലിനെ വിളിച്ചറിയിക്കുന്നുണ്ട്. പോലീസ് വാഹനമെടുത്ത് സിക്സും മിറാൻഡയും നേരെ പോയത് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു വെറ്റിനറി ഹോസ്പിറ്റലിലേക്കായിരുന്നു. നേരത്തെ നടന്ന ആ ആക്രമണത്തിൽ സിക്സിന് സാരമായി തന്നെ മുറിവേറ്റിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് കെട്ടുന്നതിനിടയ്ക്ക് മിറാൻഡ സിക്സിനോടൊരു കാര്യം ചോദിച്ചു. സിക്സ്, നീ എങ്ങനെയാണ് ജയിലിലായത്? ആദ്യമൊന്നും മൗനമായ ശേഷം അവൻ പറയാനായിട്ട് ആരംഭിച്ചു. വെൽ, എൻ്റെ അച്ഛൻ അയാളൊരു പൗരുഷമുള്ളവനാണെന്ന് സ്വയം വിശ്വസിച്ചിരുന്നു. എനിക്കൊരു ഇളയ സഹോദരനുണ്ട്. ഞങ്ങളെയും അയാളെപ്പോലെ പെരുമാറാനായിട്ട് നിർബന്ധിച്ചു. നിർഭാഗ്യവശാൽ അയാളുടെ രീതികൾ അത് വളരെ ക്രൂരമായിരുന്നു. എൻ്റെ സഹോദരനോടായിരുന്നു അയാൾ കൂടുതൽ ക്രൂരമായിട്ട് പെരുമാറിയത്. ഒരു പരിധി വിട്ട് കഴിഞ്ഞപ്പോൾ ഞാനത് ഉറപ്പിച്ചു. ഒന്നുകിൽ അയാൾ അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ, അത് അയാൾ തന്നെ ആയിക്കോട്ടെ എന്ന് ഒടുവിൽ ഞാൻ തീരുമാനിച്ചു. അയാൾ എപ്പോഴും അയാളുടെ കൂടെ കൊണ്ടുനടക്കാറുള്ള അയാളുടെ ഗൺ, മറ്റൊരു നിർവാഹവുമില്ലാതെ എനിക്ക് അയാളെ ഷൂട്ട് ചെയ്യേണ്ടി വന്നു. എന്നാൽ ഈ വാർത്ത അറിയുന്ന ആളുകൾക്ക് കാരണം എന്താണെന്ന് അറിയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നീണ്ട നാളുകൾ ഞാൻ ജയിലിലായിരുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിലായിരുന്നു അന്ന് ഫിറ്റ്സ്റോയ് എന്നെ അന്വേഷിച്ചു വന്നത്. അവൻ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇപ്പം മറുഭാഗത്ത് ആ ബിൽഡിങ്ങിനകത്ത് ബന്ദികളാക്കപ്പെട്ട നിലയിൽ ഫിറ്റ്സ്റോയും അയാളുടെ മകൾ ക്ലെയറും. ഫിറ്റ്സ്റോയ്ക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട്. സിക്സ്, അവൻ ഇവിടേക്ക് വരും, നമ്മെ രക്ഷപ്പെടുത്തും. ഇപ്പോൾ ഈ ബിൽഡിങ്ങിലേക്ക് പുറത്തു നിന്നും ഒരാൾ കടന്നു വരികയാണ്. പുറത്തെ മെഴ്സണറി ടീം ID വെരിഫൈ ചെയ്ത് അയാൾ അകത്തേക്ക് കടത്തി. അത് അവനായിരുന്നു ആവിക്. ആ ഡോർ തുറന്ന് അവൻ അകത്ത് കയറി. അവനെ കാത്ത് ലോയിഡ് അകത്തിനുണ്ടായിരുന്നു. ആ ഡ്രൈവ് അടങ്ങിയ ലോക്കറ്റ് അവനത് ലോയിഡിനെ കൈമാറി. ഇപ്പോൾ ആ ബിൽഡിങ്ങിന്റെ മറ്റൊരു ഭാഗത്തൂടെ സിക്സും മിറാൻഡയും ഇരുവരും അവിടേക്ക് എത്തിയിരുന്നു. അവിടെ പുറത്ത് തമ്പടിച്ചിരുന്ന ഒരു സെക്യൂരിറ്റി ടീം സിക്സിനെ കണ്ടതും അവർ അവന് നേരെ ഗണ്ണെടുത്ത് എയിം ചെയ്തു. ഈ ഒരു അവസരം മുതലാക്കി അവിടെ മറഞ്ഞു നിന്നിരുന്ന മിറാൻഡ അവരെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തി. ശേഷം അവരുടെ കൈവശമുണ്ടായിരുന്ന വെപ്പൺസ് എല്ലാം എടുത്ത് അവർ ആ ബിൽഡിങ്ങിനടുത്തേക്ക് നടന്നെടുത്തു. ഇപ്പോൾ ഇവിടെ അകത്താകട്ടെ ഏവിക് കൈമാറിയ ആ ഡ്രൈവ് ലോയിഡിന്റെ നിർദ്ദേശപ്രകാരം അവരത് കണക്ട് ചെയ്തു. അതിലെ വിഷ്വൽസ് എല്ലാം ചെക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ഏജന്റ് സൂസൻ അവൾ ലോയിഡിനോട്
ഫിറ്റ്സ്റോയുടെ മകളെ ഇനി നീ ഉപദ്രവിക്കരുതെന്ന് അറിയിക്കുമ്പോൾ അതിനവൻ മറുപടിയായിട്ട് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് തനിക്കറിയാമെന്നും ആരും തന്നെ പഠിപ്പിക്കേണ്ടതില്ലെന്നും അവൻ നിർദ്ദേശിച്ചു. ഇതെല്ലാം കേട്ടുകൊണ്ട് എയ്വിക് അവൻ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. എയ്വിക് അവൻ തന്റെ ജോലിയിൽ ഫോളോ ചെയ്യുന്ന ചില റൂൾസ് ഉണ്ട്. ഒരു പെൺകുട്ടിയെ ആക്രമിക്കുക എന്നത് അവന് തീരെ യോജിപ്പുള്ള കാര്യമായിരുന്നില്ല. അവനത് അപ്പം തന്നെ ലോയിഡിനോട് പറയുകയും ചെയ്തു. എന്നാൽ ലോയിഡ് അവനോട് നിന്നെ ഏൽപ്പിച്ച ജോലി നീ പൂർത്തീകരിച്ചു, നിനക്ക് തരാമെന്നേറ്റിരുന്ന എമൗണ്ട് അത് നിനക്ക് അയക്കും, മറ്റുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് നീ നിൽക്കണ്ട. ഇപ്പൊ തൊട്ടടുത്ത് തന്നെ അവിടെ ആ മോണിറ്റർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ടീം, അവിടെ കിഴക്ക് ഭാഗത്ത് തമ്പടിച്ചിരുന്ന യൂണിറ്റ് 5 അവരെ അവിടെ കാണുന്നില്ല. അവരെയായിരുന്നു നേരത്തെ 6 മിറാൻഡയും വകവരുത്തിയത്. തൊട്ടടുത്ത നിമിഷം അവരായിരിക്കുന്ന ആ ബിൽഡിങ്ങിലെ പവർ അങ്ങ് ഓഫായി. ഇപ്പോൾ ഇതേ സമയം പുറത്തെ ആ കോമ്പൗണ്ടിൽ അവൾ മിറാൻഡ തൻ്റെ കൈവശം കരുതിയിരുന്ന ഒരു വെപ്പൺ അതെടുത്ത് അവൾ ഉയർത്തിപ്പിടിച്ചു. ആ ബിൽഡിങ്ങിന് പുറത്ത് നിരീക്ഷണത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു ഹെലികോപ്റ്റർ അതിനു നേരെ എയിം ചെയ്ത് അവളൊരു മിസൈൽ അങ്ങ് തൊടുത്തു. കൃത്യമായി അത് ലക്ഷ്യം കണ്ടു. ആ ഹെലികോപ്റ്റർ പൊട്ടിത്തെറിച്ചു. അകത്തെ വിൻഡോയിൽ നിന്നും ലോയിഡും സംഘവും കത്തിച്ചാമ്പലാവുന്ന ഈ ഹെലികോപ്റ്റർ കണ്ടതും ലോയിഡ് അവർക്ക് ഒരു നിർദ്ദേശം നൽകി. എല്ലാ യൂണിറ്റിനോടും സജ്ജരാവാൻ നിർദ്ദേശിച്ചു. എയ്വിക് അവനൊരു ചില്ലി കാശ് പോലും കൊടുത്തുപോരുതെന്ന് അറിയിച്ചുകൊണ്ട് ലോയിഡ് തന്റെ ഗൺ ലോഡ് ചെയ്ത് ആ റൂമിന് പുറത്തിറങ്ങി. ഇപ്പൊ പുറത്ത് മിറാൻഡ ആകട്ടെ ആ ബിൽഡിംഗ് ലക്ഷ്യമാക്കി പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. പല ഭാഗത്തു നിന്നും മെഴ്സണറീസ് അവളെ ലക്ഷ്യമാക്കി വെടി തുറക്കാൻ തുടങ്ങി. ഓരോ ടീമിന് നേരെയും മിസൈൽ തൊടുത്ത് അവൾ അടുത്തെത്തി. ഇപ്പൊ അകത്തൊരു റൂമിൽ അവർ ഫിറ്റ്സ്റോയും മകൾ ക്ലെയറും അവർ ആയിരിക്കുന്ന ആ മുറിയുടെ തൊട്ടു മുന്നിലെ ആ ഡോറിൽ ആരോ തട്ടുന്നൊരു ശബ്ദം. ഫിറ്റ്സ്റോയി ശ്വാസം അടക്കി പിടിച്ചിരുന്നു. അടുത്ത നിമിഷം ആ ഡോർ തുറന്ന് ഒരാൾ അകത്ത് കയറി. അത് അവനായിരുന്നു നമ്മുടെ സേറ 6. ഇപ്പോൾ ആ ബിൽഡിങ്ങിന് മുൻവശം ലോയിഡ് തന്റെ ടീമുമൊത്ത് പുറത്തിറങ്ങിയതും അവിടെ പുറത്ത് അവൾ മിറാൻഡ അവൾ അവർക്ക് നേരെ ഒരു മിസൈൽ അങ്ങ് തൊടുത്തു. അവിടെ നിന്നിരുന്ന കുറച്ചു പേർ കൊല്ലപ്പെട്ടു. മിറാൻഡയെ വെച്ച് 6 തന്റെ ശ്രദ്ധ തിരിക്കാണെന്ന് മനസ്സിലാക്കിയ ലോയിഡ് നേരെ അകത്തേക്ക് ഓടിക്കയറി. ഫിറ്റ്സ്റോയെയും മകളെയും ബന്ദിയാക്കിയിരുന്ന ആ റൂമിലേക്ക് അവൻ പാഞ്ഞെടുത്തു. ഇപ്പോൾ ക്യാമറാസ് എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ആ ടീം അവിടെ ആ മോണിറ്ററിൽ എന്തോ ഒന്ന് ഏജന്റ് സൂസന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആരോ തങ്ങളെ എയിം ചെയ്യുന്നത് പോലെ. അത് അവളായിരുന്നു മിറാൻഡ. ലോഡ് ചെയ്ത വെപ്പൺ എടുത്ത് അവൾ ഈ റൂമിലേക്ക് എയിം ചെയ്തു. ആ മോണിറ്റർ റൂം അതങ്ങ് ചിന്നിച്ചിതറി. ഇതേ സമയം ആ ബിൽഡിങ്ങിന്റെ മറ്റൊരു ഭാഗത്തൂടെ സേറ 6 അവൻ ഇരുവരെയും കൂട്ടിക്കൊണ്ട് പുറത്തു കിടന്നിരുന്നു. അവർക്ക് നേരെ എയിം ചെയ്ത ഓരോരുത്തരെയും 6 ഷൂട്ട് ചെയ്ത് വീഴ്ത്തി. എന്നാൽ ഇതിനിടയിൽ കൂട്ടത്തിൽ ഫിറ്റ്സ്റോയ്ക്ക് വെടിയേറ്റു. ഇനി ഒരടി പോലും തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും ക്ലെയറിനെയും കൂട്ടിക്കൊണ്ട് എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ഫിറ്റ്സ്റോയ് 6നോട് നിർദ്ദേശിക്കുകയാണ്. പോകുന്നതിന് മുന്നേ 6ന്റെ കൈവശം വരുന്ന ഒരു ഗ്രനേഡ് അതെടുത്ത് അയാൾ കയ്യിൽ പിടിച്ചു. മറ്റൊരു മാർഗമില്ലാതെ 6 ക്ലെയറിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഓടിയാകുന്നു. തൊട്ടു മുന്നിൽ കണ്ട ഒരു നദിയിലേക്ക് അവൻ ക്ലെയറിനെയും എടുത്തുകൊണ്ടങ്ങ് ചാടി. ഇപ്പോൾ ഇവിടെ അകത്ത് ഈ മോണിറ്റർ റൂം ആകെ ചിന്നിച്ചിതറിയ ആ റൂമിൽ ആ പെൺഡ്രൈവ് വെച്ചിരുന്ന ലോക്കറ്റ് അതവിടെ താഴെ വീണെടുക്കുന്നുണ്ടായിരുന്നു. സാരമായി പരിക്കേറ്റ എയ്വിക് അവനത് കണ്ടു. ഉടനെ തന്നെ ആ ഡ്രൈവ് ഊരിയെടുത്ത് അവൻ ആ ലോക്കറ്റിൽ വെച്ച് തൻ്റെ കൈപ്പിടിയിലാക്കി. ഇപ്പോൾ ഇവനായിരിക്കുന്ന ഈ ഒരു റൂമിലേക്ക് മിറാൻഡ അവൾ കടന്നു വരികയാണ്. ഇതേ സമയം ആ ബിൽഡിങ്ങിന്റെ മറ്റൊരു ഭാഗത്ത് ലോയിഡും സംഘവും അവനിപ്പോൾ ഫിറ്റ്സ്റോയ് കിടക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് എത്തി. വീണ് കിടന്നിരുന്ന ഫിറ്റ്സ്റോയെ കൂട്ടത്തിലൊരാൾ തിരിച്ചു കിടത്തി. അടുത്ത നിമിഷം അയാൾ തന്റെ കൈവശം കരുതിയ ആ ഗ്രനേഡ് അതിന്റെ പിന്നങ്ങൂരി. അപായം മനസ്സിലാക്കിയ ലോയിഡാകട്ടെ എതിരെ നിന്നവനെ പിടിച്ച് മുന്നിൽ നിർത്തി. അടുത്ത നിമിഷം ആ ഗ്രനേഡ് അതങ്ങ് പൊട്ടിത്തെറിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് ക്ലെയറും 6ഉം അവിടെ താഴെ തന്നെ ഉണ്ടായിരുന്നു. ഫിറ്റ്സ്റോയുടെ മരണം അതവൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. ഇപ്പൊ ബിൽഡിങ്ങിനകത്തെ ആ മോണിറ്റർ റൂമിൽ അവൾ മിറാൻഡ അവൾ അകത്ത് കടന്നതും എയ്വിക് അവൾക്കരിയിലേക്ക് പാഞ്ഞെടുത്ത് അവളെ കടന്നാക്രമിച്ചു. ആ എക്സ്പ്ലോഷനിൽ ലോയിഡ് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടിരുന്നു. നദിക്കരയിലേക്ക് നീന്തി അടക്കുന്ന 6നെയും ക്ലെയറിനെയും കണ്ടവൻ ആ ഭാഗത്തോടെ ഓടി വന്ന് ആ നദിയിലേക്ക് എടുത്തങ്ങ് ചാടി. ഇവിടെ ഇപ്പോ ഈ റൂമിനകത്ത് കയ്യിൽ കിട്ടിയ വലിയൊരു കേബിൾ എടുത്തുകൊണ്ട് എയ്വിക് മിറാൻഡയുടെ കഴുത്തിലങ്ങ് മുറുക്കി. അവളും വിട്ടുകൊടുത്തില്ല. തിരിച്ചും അവന്റെ കഴുത്തിൽ ആ കേബിൾ അങ്ങ് കുരുക്കി. ശ്വാസം കിട്ടാതെ വന്ന എയ്വിക് തന്റെ കൈവശം വരുന്ന ഒരു കത്തിയെടുത്ത് ആ കേബിൾ അങ്ങ് മുറിച്ചു മാറ്റി. തൊട്ടു മുന്നിൽ വീണ് കിടന്നിരുന്ന മിറാൻഡയ്ക്ക് നേരെ അവൻ ആ കത്തിയെടുത്ത് ചൂണ്ടി. എന്നാൽ അവളെ അവൻ പിന്നെ ഉപദ്രവിച്ചില്ല. ന്യായം അത് അവളുടെ ഭാഗത്താണെന്ന് അവന് ബോധ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ കൈവശം വരുന്ന ആ ഡ്രൈവ് അടങ്ങിയ ലോക്കറ്റ് അവനത് അവൾക്ക് എറിഞ്ഞു കൊടുത്തു. എന്നിട്ട് അവിടുന്ന് പുറത്തേക്ക് പോയി. നദിക്കരയിലേക്ക് നീന്തിയെടുത്ത 6 ആകട്ടെ ക്ലെയറിനെയും കൊണ്ട് അവിടെ സമീപത്ത് തന്നെ കണ്ട ഒരു സ്പീഡ് ബോട്ടിന്റെ അടുത്തേക്കായിരുന്നു പോയത്. അകത്ത് കയറി ബോട്ട് സ്റ്റാർട്ടാക്കാൻ പോയ നിമിഷം പെട്ടെന്ന് അവരെ ലക്ഷ്യം വെച്ച് മറ്റൊരു മെഴ്സണറി ടീം ഒരു ജീപ്പിൽ പാഞ്ഞെടുത്തു. 6 ഇറങ്ങി ചെന്ന് തന്റെ കൈവശം കരുതിയ ഒരു ഗണ്ണെടുത്ത് അവർക്ക് നേരെ ഷൂട്ട് ചെയ്തു. ഇറങ്ങി വന്ന ഓരോരുത്തരെയും അവൻ ഷൂട്ട് ചെയ്ത് വീഴ്ത്തി. ഇതേ സമയം കൊണ്ട് തന്നെ ആ നദിയിൽ നിന്നും ലോയിഡ് കരയിലേക്ക് എത്തിയിരുന്നു. കിട്ടിയ അവസരത്തിൽ അവൻ ക്ലെയറിനെ ഗൺ പോയിന്റിൽ നിർത്തി അവളെയും പിടിച്ചുകൊണ്ട് പിന്നോട്ട് നടന്നു. അവനെ പിന്തുടർന്ന് 6ഉം ലോയിഡ് അവളെയും കൂട്ടിക്കൊണ്ട് നടന്നു കയറിയത് ഈ മെയ്സൊക്കെ പോലെ നിർമ്മിച്ചെടുത്തിരിക്കുന്ന ഒരു കുറ്റിച്ചെടിയുടെ അകത്തേക്കായിരുന്നു.
ഓരോ ഏരിയയും 6 പരിശോധിച്ച് മുന്നോട്ട് നീങ്ങി. അല്പം നടന്ന് മുന്നോട്ട് ചെന്ന അവനെ കാത്ത് ലോയിഡ് ക്ലെയറിനെയും കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു എക്സാക്ട് മൊമെന്റിൽ തന്നെ ആ ബിൽഡിങ്ങിനകത്ത് ജനൽ വഴി മിറാൻഡ അവളിവരെ കണ്ടിരുന്നു. ഈ ഒരു കാര്യം ഇപ്പോൾ അവൾ 6നെ അറിയിക്കുന്നുണ്ട്. ലോയിഡ് നിർദ്ദേശപ്രകാരം 6 തന്റെ കൈവശമിരുന്ന ഗണ്ണെടുത്ത് ദൂരേക്കെറിഞ്ഞു. അടുത്ത നിമിഷം ലോയിഡ് ക്ലെയറിനെ മോചിപ്പിച്ചു. അവൾ ഓടി അവനടുത്തെത്തി. പുറത്തേക്ക് പൊക്കോളനായിട്ട് 6 അവൾ അറിയിച്ചു. ലോയിഡിനിപ്പോൾ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, രണ്ടുപേരും വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഏജൻസ്. അവരിൽ അവനാണ് 6നേക്കാൾ ബെറ്റർ എന്ന് അവന് തെളിയിക്കണം. ഇരുവരും നേർക്കുനേർ അടുത്തു വന്നു. ശേഷം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുതാൻ തുടങ്ങി. ലോയിഡ് തന്റെ കൈവശമിരുന്ന കത്തിയെടുത്ത് 6ന് നേരെ ആഞ്ഞൊരു കുത്ത്. അവനും വിട്ടുകൊടുത്തില്ല, തിരികെ കടന്നാക്രമിച്ചു. അങ്ങനെ അവസാനം 6 ലോയിഡിനെ കീഴ്പ്പെടുത്തി. അവന്റെ കഴുത്തിൽ മുറുകെ പിടുത്തമിട്ടു. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു വെടിവെച്ച. ലോയിഡിന്റെ ദേഹത്തേക്കായിരുന്നു അത് വന്ന് കൊണ്ടത്. തൊട്ടു മുന്നിൽ അവൾ, ഏജന്റ് സൂസൻ. ആ എക്സ്പ്ലോഷനിൽ അവൾ രക്ഷപ്പെട്ടിരുന്നു. ലോയിഡിന്റെ രീതികളിൽ പണ്ട് മുതലേ അവൾക്ക് എതിർപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഇതുവരെ നടന്ന സംഭവങ്ങൾ കൂടെ ആയപ്പോൾ അവളത് തീരുമാനിച്ചു, അവനെ വകവരുത്താൻ. വെടിയേറ്റ ലോയിഡ് നിലം പതിച്ചു, ഒടുവിൽ മരണപ്പെട്ടു. അവിടെ നിന്നും എഴുന്നേറ്റ 6ന്റെ കാലിന് നേരെയും അവൾ ഷൂട്ട് ചെയ്തു. അവന് നേരെ ഗണ്ണെടുത്ത് എയിം ചെയ്ത് അവൾ പറയാൻ തുടങ്ങി, നിനക്കറിയോ, ഞങ്ങൾ 3 പേർ, എൻ്റെ കൂടെ ഡെന്നി കാർമൈക്കൽ, പിന്നെതാ ആ കിടക്കുന്ന ലോയിഡ്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഹാർവർഡിൽ. എന്നാൽ ഡെന്നിയും ലോയിഡും അവർ തമ്മിൽ വല്ലാത്ത കൂട്ടുകെട്ടായിരുന്നു. ലോയിഡിന്റെ മുന്നും പിന്നും നോക്കാത്ത സ്വഭാവം ഞാൻ ഡെന്നിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നോക്കി. എന്നാൽ അവൻ കേട്ടില്ല. എന്നാൽ ഇപ്പോതാ എനിക്കിത് തന്നെ ചെയ്യേണ്ടി വന്നു. ലോയിഡിന്റെ മരണത്തോടുകൂടി എല്ലാ തെറ്റുകൾക്കും കാരണക്കാരൻ അവൻ തന്നെയാണെന്ന് നമുക്ക് വിധി എഴുതാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എൻ്റെ ഭാഗം ശരിയാണെന്ന് വരുത്തി തീർക്കാൻ എനിക്ക് കുറേ സാക്ഷികളാണ് വേണ്ടത്. സോ ആ പെൺകുട്ടി ക്ലെയർ, അവൾ നന്നായി ജീവിക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ബാഡ് ന്യൂസ്, നീ ജയിലിലേക്ക് തിരിച്ചു പോകും. ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ നീ നന്നായി പെരുമാറിയാൽ അധികം വൈകാതെ നിന്നെ പുറം ലോകം കാണാൻ അനുവദിക്കും. അവൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. എല്ലാം കേട്ട അവനാകട്ടെ അത് സമ്മതിച്ചു. അങ്ങനെ അടുത്ത ദിവസം നേരം പുലർന്നു. വിവരമറിഞ്ഞ പോലീസ് ടീം ഈ ബിൽഡിങ്ങിലേക്ക് എത്തി. മെഡിക്കൽ ടീം വന്ന് ക്ലെയറിനെ സുരക്ഷിതയാക്കി. സാരമായി പരിക്കേറ്റ 6നെയും കൂട്ടിക്കൊണ്ട് ഒരു ടീം ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ഏജന്റ് മിറാൻഡ, അവളെ അറസ്റ്റ് ചെയ്ത് അവർ വാഹനത്തിൽ കയറ്റി. ഏറ്റവും ഒടുവിലായിട്ട് ആ ക്രൈം സീൻ അതവർ പ്രത്യേകം സെക്യൂർ ചെയ്തു. ആ പെൺഡ്രൈവ് അടങ്ങിയ ലോക്കറ്റ് അതിപ്പോൾ സൂസന്റെ കയ്യിലാണ്. അങ്ങനെ 2 ആഴ്ചകൾക്ക് ശേഷമുള്ള ഒരു ദിവസം വാഷിംഗ്ടൺ DC. 6നെ അവിടെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ചുറ്റിലും പോലീസ് കാവലുണ്ട്. ഇപ്പം മറ്റൊരു ഭാഗത്ത് ഒരു കോൺഫറൻസ് റൂം. അവിടെ ആ റൂമിൽ അവർ, ഡെന്നി കാർമൈക്കൽ, മിറാൻഡ, പിന്നെ സൂസൻ, അവർ 3 പേരെയും വിചാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഏജൻസിയുടെ ഇതുവരെയുള്ള ചരിത്രത്തിൽ കറുത്ത അധ്യായങ്ങളിലൊന്നായി ഇതെന്നും ഓർമ്മിക്കപ്പെടും. ലോയിഡ് ഹാൻസിനെ പോലെയുള്ള ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടേഴ്സ് കമ്പനി റിസോഴ്സ് മോഷ്ടിച്ച് നമ്മുടെ തന്നെ ആൾക്കാർക്കെതിരെ അല്പം പോലും മനസാക്ഷിയില്ലാതെ ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തു കൂട്ടുന്നത് നമ്മുടെ കമ്പനിക്ക് തന്നെ ഒരു ബ്ലാക്ക് മാർക്കാണ്. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് എനിക്കറിയില്ല. ഒരുപാട് കൂടിയാലോചനയ്ക്ക് ശേഷം വ്യക്തമായി വിലയിരുത്തി കമ്മിറ്റി കൂടി ഈ വിഷയത്തിൽ നിങ്ങൾ 3 പേരെയും കുറ്റവിമുക്തരാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത്രയും അറിയിച്ചുകൊണ്ട് ആ ഹയർ ഒഫീഷ്യൽസ് അവിടുന്ന് പിരിഞ്ഞു. യെസ്, അവർ 3 പേരും നിരപരാധികളായി. ആ പെൺഡ്രൈവ് അത് നേരത്തെ തന്നെ ഡെന്നി നശിപ്പിച്ചിരുന്നു. ക്ലെയർ ഇപ്പോൾ സുരക്ഷിതയായിട്ട് വിർജീനിയ എന്ന പ്രദേശത്താണ്. ഇപ്പൊ ഡെന്നിയും ഏജന്റ് സൂസനും സേറ 6നെ കാണാൻ വേണ്ടി അവനെ തടവിലാക്കിയിരിക്കുന്ന ആ ബിൽഡിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ്. 2 മിലിറ്ററി ഓഫീസേഴ്സിന്റെ നേതൃത്വത്തിൽ അവർ ആ ബിൽഡിങ്ങിന്റെ ബേസ്മെന്റിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയ അവരാകെ നടുങ്ങിപ്പോയി. തൊട്ടുമുന്നിൽ അതാ കുറെ ഓഫീസേഴ്സ് വെടിയേറ്റ് വീണടക്കുന്നു. സേറ 6 അവനെ കിടത്തിരുന്ന മുറിയിലേക്ക് അവർ ഓടിച്ചെന്നു. എന്നാൽ അവനെ അണിയിച്ചിരുന്ന വിലങ്ങല്ലാതെ അവിടെ അവനുണ്ടായിരുന്നില്ല. യെസ്, സേറ 6 അവനിവരുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു. അവനെ അന്വേഷിച്ച് അവർ പല ഭാഗത്തേക്ക് നീങ്ങി. ഇല്ല, അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പം മറുഭാഗത്ത് വിർജീനിയയിലെ ആ വീട്ടിൽ അവൾ, ക്ലെയർ, തൻ്റെ മുറിക്കകത്ത് ഒരു കാർഡിരിക്കുന്നതായിട്ട് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവളത് എടുത്തു നോക്കി. അവളതെടുത്ത് പ്ലേ ചെയ്തു. ഒരു മ്യൂസിക്. ഇപ്പം പെട്ടെന്ന് ആ മുറിക്ക് പുറത്ത് പല ഭാഗത്തായിട്ട് കുറെ ഗൺഷോട്ട്. ക്ലെയറിനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ആ ടീം അവർ ഓരോരുത്തരെയും ആരോ വെടിയുതിർത്ത് വകവരുത്തുന്നു. ഒടുവിൽ ആ ഡോർ തുറന്ന് അയാൾ അകത്ത് കയറി. അത് അവനായിരുന്നു, സേറ 6. അവനെ കണ്ടതും അവൾ ഓടിയെത്തി. അവനവളെ ചേർത്ത് പിടിച്ചു. ശേഷം ക്ലെയറിനെയും കൂട്ടിക്കൊണ്ട് അവൻ അവിടെ നിന്നും യാത്ര തിരിച്ചു. ഇവിടെ വെച്ച് ദ ഗ്രേമാൻ എന്ന ഈ ഒരു ഫിലിം അവസാനിക്കുകയാണ്. സോ ഗൈസ്, ഈ ഒരു ഫിലിം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി അടുത്ത ദിവസം മറ്റൊരു അടിപൊളി ഫിലിമിൻ്റെ കഥയുമായിട്ട് നമുക്ക് പതിവ് പോലെ വീണ്ടും കണ്ടുമുട്ടാം. ടേക്ക് കെയർ, ബൈ.